Hi all, welcome back to our channel. So, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് റെസീറ്റ് ആൻഡ് ഡെലിവറി നോട്ട്സ് ആണ്. ഈ റെസീറ്റ് ആൻഡ് ഡെലിവറി നോട്ട്സ് എന്ന് പറയുന്ന രണ്ട് വൗച്ചേഴ്സും ഇൻവെൻട്രി വൗച്ചേഴ്സിൽ വരുന്നതാണ്. അതായത് ടാലിയിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് വൗച്ചേഴ്സ് ആണ് ഉള്ളത്. അക്കൗണ്ടിങ് വൗച്ചേഴ്സ്, ഇൻവെൻട്രി വൗച്ചേഴ്സ് ആൻഡ് ഓർഡർ വൗച്ചേഴ്സ്. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ വീഡിയോസിൽ. അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോയിൽ 2 ഓർഡർ വൗച്ചേഴ്സും പഠിച്ചായിരുന്നു. ഏതൊക്കെയായിരുന്നു? പർച്ചേസ് ഓർഡർ ആൻഡ് സെയിൽസ് ഓർഡർ വൗച്ചേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റെസീറ്റ് ആൻഡ് ഡെലിവറി നോട്ട്സ്. അപ്പോൾ എന്താണ് ആദ്യം ഇൻവെൻട്രി വൗച്ചേഴ്സ് എന്ന് നോക്കാം. ഇൻവെൻട്രി വൗച്ചേഴ്സിൽ വരുന്നത് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, അതായത് നമ്മുടെ കമ്പനിയിലോട്ട് വരുന്ന ഗുഡ്സ്, അതുപോലെ കമ്പനിയിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോകുന്ന ഗുഡ്സ്, അതുപോലെ തന്നെ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, ദെൻ ഫിസിക്കൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ വരുന്നത് ഇൻവെൻട്രി വൗച്ചേഴ്സിലാണ്. അപ്പോൾ ഇൻവെൻട്രി വൗച്ചേഴ്സിൽ വരുന്ന 2 വൗച്ചേഴ്സാണ് റെസീറ്റ് ആൻഡ് ഡെലിവറി നോട്ട്സ്. അപ്പോൾ റെസീറ്റ് ആൻഡ് ഡെലിവറി നോട്ട്സ് എങ്ങനെ ടാലിയിൽ ചെയ്യുന്നതെന്ന് നമുക്ക് ടാലിയിൽ പോയി നോക്കാം. അപ്പോൾ ടാലി നമ്മുടെ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മഹാലക്ഷ്മി എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനിയും ഓപ്പൺ ആണ്. സോ ആദ്യം എന്താണ് റെസീറ്റ് നോട്ട് എന്ന് നോക്കാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന റെസീറ്റ് നോട്ടാണ്. അപ്പോൾ എന്താണ് റെസീറ്റ് നോട്ട് വൗച്ചർ? റെസീറ്റ് നോട്ട് വൗച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ്സ് നമ്മുടെ കമ്പനിയിലോട്ട് റിസീവ് ചെയ്യുന്ന സപ്ലയർ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ഗുഡ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അതാണ് റെസീറ്റ് നോട്ട് വൗച്ചേഴ്സ്. അതെന്ന് പറയുമ്പോൾ റെസീറ്റ് നോട്ട് വൗച്ചർ എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ബില്ലാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ബില്ല് റിസീവ് ചെയ്യുന്നില്ല, ഒൺലി ഗുഡ്സ് മാത്രമാണ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഗുഡ്സ് റിസീവ് ചെയ്യുന്നു, ബില്ല് റിസീവ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് അക്കൗണ്ട്സിനെ അഫക്റ്റ് ചെയ്യില്ല. അതേസമയം നമ്മുടെ ഇൻവെൻട്രി മാത്രമായിരിക്കും അഫക്റ്റ് ചെയ്യുക. ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോൾ ഇൻവെൻറ്ററി ഇൻക്രീസ് ആയി, ഇൻവെൻട്രി കൂടും. അതേസമയം അക്കൗണ്ട്സിൽ അത് അഫക്റ്റ് ചെയ്യുകയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു പർച്ചേസ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പർച്ചേസ് ഓർഡർ, അതായത് നമ്മൾ ഒരു സപ്ലയറിന് ഓർഡർ കൊടുത്തു. ഇനി ആ സപ്ലയർ നമുക്ക് ഗുഡ്സ് തരുവാണ് വിത്തൗട്ട് ബില്ലില്ലാതെ തന്നെ നമുക്ക് ഗുഡ്സ് തരുവാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ നമ്മുടെ ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്ന് എടുത്ത് കാണിക്കാം. ഓൾറെഡി ഞാനൊരു പർച്ചേസ് ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. പർച്ചേസ് ഓർഡർ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് പോയി ആ ഒരു വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പം ഞാനിവിടെ നമ്മുടെ ഔട്ട്സ്റ്റാൻഡ് റിപ്പോർട്ട് ഒന്ന് എടുത്ത് കാണിക്കാം. അപ്പോൾ ഗേറ്റ്വേ ടാലിക്കകത്ത് ഡിസ്പ്ലേക്കകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി എടുക്കുക. സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രിയിൽ നമുക്ക് വേണ്ടത് പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ്. അതിനകത്ത് സ്റ്റോക്ക് ഗ്രൂപ്പോ കാറ്റഗറി സ്റ്റോക്ക് ഐറ്റം ഏത് വേണമെങ്കിലും അക്കോർഡിംഗ് ടു അവർ റിക്വയർമെൻറ്റ് നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് സ്റ്റോക്ക് ഗ്രൂപ്പ് എടുത്തു. സ്റ്റോക്ക് ഗ്രൂപ്പിൽ ടെലിവിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് LCD 50 ഇഞ്ച് TV എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനാണ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ കണ്ടോ. ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 25 നമ്പേഴ്സ്, ബാലൻസ് ക്വാണ്ടിറ്റി 25. അതായത് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് 25, നമ്മൾ ഇതുവരെ അത് റിസീവ് ചെയ്തിട്ടില്ല. ഓർഡർ നമ്പർ ഇവിടെ കാണാം, PO/02. ആർക്കാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്? ഫോക്കസ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു സപ്ലയറിനാണ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ കണ്ടു, പർച്ചേസ് ഓർഡർ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ ഉണ്ടെന്നുള്ളത് കണ്ടു. ഇനി ഞാനത് സ്റ്റോക്ക് സമ്മറി ഒന്ന് എടുത്ത് കാണിക്കാം. അപ്പോൾ LCD 50 ഇഞ്ച് TV ആണ് ഞാൻ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ LCD 50 ഇഞ്ച് TVയുടെ സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് ഞാനൊന്ന് എടുത്ത് കാണിക്കുവാണ്. സെയിം ഗേറ്റ്വേ ടാലിക്കകത്ത് തന്നെ സ്റ്റോക്ക് സമ്മറി എടുക്കുക. അത് ടെലിവിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ്. അപ്പോൾ ഇവിടെ LED 40 ഇഞ്ച് TV മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ. അതായത് LCD 50 ഇഞ്ച് TV ആണ് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സ്റ്റോക്ക് ഒന്നും തന്നെ ഇല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് സമ്മറിയിൽ ആ ഒരു ഐറ്റം കൂടി ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ LED 40 ഇഞ്ച് TV മാത്രമേ നമുക്ക് ഡിസ്പ്ലേയിലുള്ളൂ. അപ്പോൾ ഇനി ഞാൻ റെസീറ്റ് നോട്ട് ചെയ്യാൻ പോവുകയാണ്. ആഫ്റ്റർ റെസീറ്റ് നോട്ട് നമ്മൾ റെസീറ്റ് നോട്ട് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് സമ്മറിയിൽ വന്ന് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഈ സ്റ്റോക്ക് സമ്മറിയിൽ അത് അഫക്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. നമുക്ക് റെസീറ്റ് നോട്ട് ചെയ്യാം. റെസീറ്റ് നോട്ട് ചെയ്യാനായിട്ട് ഗേറ്റ്വേ ടാലിക്കകത്ത് ഇൻവെൻട്രി വൗച്ചേഴ്സ് സെലക്ട് ചെയ്യാം. ഇൻവെൻട്രി വൗച്ചേഴ്സ്. ഇപ്പോൾ ഇവിടെ വെർട്ടിക്കൽ ബട്ടൺ ബാറിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റെസീറ്റ് നോട്ട്, ഡെലിവറി നോട്ട് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ട് കണ്ടോ. പക്ഷേ ഇത് ഡിസേബിൾഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനേബിൾ ചെയ്യണം. ഇനേബിൾ ചെയ്യാനായിട്ട് F11 ഫീച്ചേഴ്സിൽ പോവാം. F11 ഫീച്ചേഴ്സ്. അതിനകത്ത് അതർ ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യുക. കണ്ടോ, അതർ ഫീച്ചേഴ്സ്. അപ്പോൾ F11 ഫീച്ചേഴ്സിൽ ഇപ്പോൾ ഗേറ്റ്വേ ടാലിക്കകത്ത് നിന്നാണ് നിങ്ങൾ F11 ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ F11 ഫീച്ചേഴ്സിനകത്ത് ഇൻവെൻട്രി ഫീച്ചേഴ്സ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. F2 ഓർ ഇൻവെൻട്രി ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇൻവെൻട്രി ഫീച്ചേഴ്സിനകത്താണ്.
അതിനകത്ത് അതർ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഹെഡിനകത്ത് വരിക. അതിൽ യൂസ് ട്രാക്കിംഗ് നമ്പേഴ്സ് ഫസ്റ്റ് ഓപ്ഷൻ ട്രാക്കിനകത്ത് കാണാം, ഇനേബിൾ ഡെലിവറി ആൻഡ് റെസിപ്റ്റ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് അത് എസ് ആക്കുക. ഇവിടെ യൂസ് ട്രാക്കിംഗ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രാക്കിംഗ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫീഡ് ഉണ്ട്. ആ ട്രാക്കിംഗ് നമ്പർ യൂസ് ചെയ്ത് നമുക്ക് ഗുഡ്സ് അല്ലെങ്കിൽ ബില്ലിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഗുഡ്സ് ബില്ലിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സാണ് ട്രാക്കിംഗ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഡെലിവറി ആൻഡ് റെസീപ്റ്റ് നോട്ട് ഇനേബിൾ ആകും. സോ ഞാൻ എസ് കൊടുത്തു, അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇൻവെൻട്രി വൗച്ചേഴ്സിനകത്താണ്. ഇപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ്? റെസീപ്റ്റ് നോട്ടാണ്. റെസീപ്റ്റ് നോട്ട് എടുത്തു. ഓക്കെ, റെസീപ്റ്റ് നോട്ടിൽ ഇനി ഞാൻ ഓൾറെഡി കാണിച്ചു, ഒരു പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിങ് കാണിച്ചു അല്ലേ. ഈ പർച്ചേസ് ഓർഡറിന് എഗെയിൻസ്റ്റ് ആണ് ഞാൻ റിസീവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എൻട്രി അവിടെ വന്നിട്ടുണ്ട്. LCD 50 ഇഞ്ച് TV 25 നമ്മൾ ഫോക്കസ് എൻ്റർപ്രൈസസിൻ്റെ കയ്യിൽ നിന്നും റിസീവ് ചെയ്യുകയാണ്. ഓർഡർ എഗെയിൻസ്റ്റ് എന്താണ്? PO/2 എന്ന് പറയുന്ന ഓർഡറിന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡേറ്റ് കാണിക്കുക. ഡേറ്റ് നമ്മൾ റിസീവ് ചെയ്യുന്ന ഡേറ്റ് കാണിക്കുക. ഡേറ്റ് കാണിച്ചു. റെസീപ്റ്റ് നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. ഞാൻ ജസ്റ്റ് RN1 എന്ന് പറഞ്ഞ് കൊടുത്തു. പാർട്ടി ആരായിരുന്നു? നമ്മൾ ഓർഡർ കൊടുത്ത പാർട്ടി ഏതായിരുന്നു? ഫോക്കസ് എൻ്റർപ്രൈസസ്. സോ ഫോക്കസ് എൻ്റർപ്രൈസസ് സെലക്ട് ചെയ്തു. ഫോക്കസ് എൻ്റർപ്രൈസസ് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ലിസ്റ്റ് ഓഫ് ഓർഡേഴ്സ് നിങ്ങൾക്ക് അവിടെ ലിസ്റ്റിൽ കാണാം. കണ്ടോ? ലിസ്റ്റ് ഓഫ് ഓർഡേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ഒന്നുമില്ല, ഡയറക്റ്റ്ലി റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ഓർഡറിന് എഗെയിൻസ്റ്റ് ആണ് റിസീവ് ചെയ്യുന്നത്. നമുക്ക് ഒരു ഓർഡറാണ് അവിടെ ഉള്ളത്, PO/2 എന്ന് പറയുന്ന ഓർഡർ. സോ ഞാൻ PO/2 അവിടെ നിന്ന് സെലക്ട് ചെയ്തു. ദെൻ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കാം. സ്കിപ്പ് ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡീറ്റെയിൽസ് വന്നുകൊണ്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്യുന്ന ഡീറ്റെയിൽസ് നമുക്കിവിടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, എൻ്റർ ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്ത് വരുമ്പോഴേക്കും, അതായത് സ്റ്റോക്കിൽ നിന്ന് എൻ്റർ ചെയ്യുമ്പോൾ ട്രാക്കിംഗ് നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രാക്കിംഗ് നമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ റെസീറ്റിന് അഗെയിൻസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും റിട്ടേൺ ചെയ്യുമോ ഒക്കെ ചെയ്യുമ്പോൾ ഇതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാക്കിംഗ് നമ്പർ. ഒന്നുകിൽ നിങ്ങൾക്ക് പുതിയ ഓർഡർ ട്രാക്കിംഗ് നമ്പർ കൊടുക്കാം. ഈ 1 എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആകുന്നതാണ്. ഇത് നമ്മുടെ റെഫറൻസ് നമ്പറിൽ നിന്നും എടുക്കുന്നതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ ഒരു പുതിയ ട്രാക്കിംഗ് നമ്പർ കൊടുക്കാൻ പോവാണ്. ന്യൂ നമ്പർ T1 എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കൊടുത്തു. T1 എന്ന് പറയുന്ന ഒരു ട്രാക്കിംഗ് നമ്പർ കൊടുത്തു. ഓർഡർ നമ്പർ അവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് എൻ്റർ ചെയ്ത് പോകാം. എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ റെസീപ്റ്റ് നോട്ട്. ദെൻ നറേഷൻ ഉണ്ടെങ്കിൽ നറേഷൻ കൊടുക്കുക. ദെൻ സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്തു. നമ്മുടെ റെസീപ്റ്റ് നോട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്ക് സമ്മറിയിലോട്ട് തിരിച്ചു വരാം. എങ്ങനെയാണ് ഇത് നമ്മുടെ എന്താ പറയുക സ്റ്റോക്കിനെ LCD 50 ഇഞ്ച് TV എന്ന് പറയുന്ന സ്റ്റോക്കിനെ അഫക്റ്റ് ചെയ്തെന്നുള്ളത് നോക്കാം. അപ്പോൾ റിപ്പോർട്ട്സിനകത്ത് സ്റ്റോക്ക് സമ്മറി എടുക്കുക. ടെലിവിഷൻ. അപ്പോൾ അതിനകത്ത് LCD 50 ഇഞ്ച് TV കണ്ടോ? നേരത്തെ LED 40 ഇഞ്ച് TV മാത്രമേ സ്റ്റോക്ക് സമ്മറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ LCD 50 ഇഞ്ച് TV കൂടെ നമ്മുടെ സ്റ്റോക്ക് സമ്മറിയിൽ വന്നിട്ടുണ്ട്. അതേസമയം ഇത് നമ്മുടെ അക്കൗണ്ട്സിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ റൈറ്റ് നൗ നമുക്ക് റെസിപ്റ്റ് നോട്ട് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് ഏതായിരുന്നു? ഫോക്കസ് എൻ്റർപ്രൈസസ്. ഫോക്കസ് എൻ്റർപ്രൈസസിൽ ഇപ്പോൾ എത്രയാണ് എമൗണ്ട് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ റിപ്പോർട്ട് ഒന്ന് എടുക്കാം. സെയിം ഗേറ്റ്വേ ടാലിക്കകത്ത് ഡിസ്പ്ലേക്കകത്ത് അക്കൗണ്ട് ബുക്സ് എടുക്കുക. അക്കൗണ്ട് ബുക്സിനകത്ത് ലെജറോ ഗ്രൂപ്പ് സമ്മറിയോ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ലെജർ എടുക്കുവാണ്. ലെജറിനകത്ത് ഫോക്കസ് കമ്പ്യൂട്ടേഴ്സ്, ഫോക്കസ് എൻ്റർപ്രൈസസ് എടുത്തു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാലൻസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് നിങ്ങൾക്ക് കാണാൻ കണ്ടോ? ക്ലോസിംഗ് ബാലൻസ് 40,000 ആണ് ഇവിടെ കാണിക്കുന്നത്. ബാലൻസ് എന്ന് പറയുന്നത് 40,000 ആണ് കാണിക്കുന്നത്. എൻട്രി കാണാത്തതിന് കാരണം ഞാനെന്നാൽ ഡേറ്റ് ഇടാം. നമ്മുടെ പീരീഡ്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ എഡ്യൂക്കേഷണൽ വേർഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഡേറ്റും അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ 1ഉം 2 ആ 2 ഡേറ്റും തന്നെ മാറി മാറി യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു എൻട്രി ഫോക്കസ് കമ്പ്യൂട്ടേഴ്സിനുള്ളൂ, ഒരു ലാപ്ടോപ്പ് ജേണൽ വൗച്ചർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഫോക്കസ് എൻ്റർപ്രൈസസിൽ കാണിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 40,000 ആണ്. അപ്പോൾ ഇനി നമുക്കിത് പർച്ചേസ് ചെയ്ത് നോക്കാം. ഈ റെസീറ്റിന് അഗെയിൻസ്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്ത് നോക്കാം. പിന്നെ അത് അക്കൗണ്ടിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. 40,000 ആണ് ഇപ്പോൾ ബാലൻസ്. ഇനി ഞാനത് പർച്ചേസ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. പർച്ചേസ് ചെയ്യാനായിട്ട് ഗേറ്റ്വേ ടാലിക്കകത്ത് വന്നു അക്കൗണ്ടിങ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യാം.
അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ പർച്ചേസ് ചെയ്യാനുള്ള ഷോർട്ട് കീ എന്ന് പറയുന്നത് ഷോർട്ട് കീ F9. ഓക്കെ, സെയിം ഡേറ്റ് ഞാൻ സെയിം തന്നെ കൊടുക്കുവാണ്, 2/6/2020. ഇൻവോയ്സ് നമ്പർ എന്തെങ്കിലും കൊടുക്കുക, ഇൻവോയ്സ് നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഡേറ്റ്. ദെൻ ഏതായിരുന്നു നമ്മുടെ പാർട്ടി? ഫോക്കസ് എൻ്റർപ്രൈസസ്. അവിടെ ഫോക്കസ് എൻ്റർപ്രൈസസ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ലിസ്റ്റ് ഓഫ് ട്രാക്കിംഗ് നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രാക്കിംഗ് നമ്പർ എന്താണ്? T1. അപ്പോൾ ഞാൻ അവിടെ നിന്ന് T1 എന്ന് പറയുന്ന ട്രാക്കിംഗ് നമ്പർ യൂസ് ചെയ്തു. ദെൻ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക. ഓക്കെ, സ്കിപ്പ് ചെയ്ത് വരിക. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഡീറ്റെയിൽസ് വന്നുകൊണ്ടോ? ഡീറ്റെയിൽസ് വന്നു. ദെൻ നമുക്ക് എൻ്റർ ചെയ്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ കൊടുക്കുക. ഇപ്പോൾ ലൊക്കേഷൻ അല്ലെങ്കിൽ ഗോഡൗണൊക്കെ മാറ്റുന്നെങ്കിൽ മാറ്റി കൊടുക്കാം. എമൗണ്ട്സ് ചിലപ്പോൾ നമ്മൾ പർച്ചേസ് ഓർഡർ ചെയ്തപ്പോൾ ഉള്ള എമൗണ്ട് ആയിരിക്കില്ല ബില്ലിംഗ് ചെയ്യുന്ന സമയത്തുള്ളത് അല്ലേ. അപ്പോൾ ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് എമൗണ്ടിനൊക്കെ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് മാറ്റി കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വരിക. ഓക്കെ, ദെൻ ഞാനിവിടെ സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പർച്ചേസ് സേവ് ആയിട്ടുണ്ട്. പിന്നെ തിരിച്ച് ഞാനൊന്ന് റിപ്പോർട്ട് കാണിക്കാം. 2 റിപ്പോർട്ടും കാണിക്കാൻ പോകണം. സ്റ്റോക്ക് റിപ്പോർട്ട്, നമ്മുടെ ലെജൻഡർ റിപ്പോർട്ട്. അപ്പോൾ സ്റ്റോക്ക് റിപ്പോർട്ടിൽ നമുക്ക് ഇനി പർച്ചേസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. എഫക്റ്റ് ചെയ്യുമോ? ഇല്ല. കണ്ടോ, LCD 50 ഇഞ്ച് TV ഇപ്പോഴും അത് 25 തന്നെയാണ് നിൽക്കുന്നത്. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും അത് എഫക്റ്റ് ചെയ്യില്ല, കാരണം നമ്മൾ ട്രാക്കിംഗ് നമ്പർ യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അത് എഫക്റ്റ് ചെയ്യില്ല. അതേസമയം നമ്മുടെ ഫോക്കസ് എൻ്റർപ്രൈസസിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഡിസ്പ്ലേക്കകത്ത് അക്കൗണ്ട് ബുക്സിൽ വരിക, അതുപോലെ ലെജർ എടുത്തു, ലെജറിനകത്ത് ഫോക്കസ് എൻ്റർപ്രൈസസ് എടുത്തു. അപ്പോൾ എമൗണ്ട് മാറിയത് കണ്ടോ, ക്ലോസിംഗ് ബാലൻസ് 12,90,000 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ റെസിപ്റ്റ് നോട്ട് മനസ്സിലായിട്ടില്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഡെലിവറി നോട്ട് ചെയ്യാം. ഡെലിവറി നോട്ടും സെയിം ഇൻവെൻ്ററി വൗച്ചേഴ്സിൽ തന്നെയാണ്. ഡെലിവറി നോട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിന് വേണ്ടി ഡെലിവറി നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെയിൽസ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഒന്ന് എടുത്ത് കാണിക്കാം. ഡിസ്പ്ലേക്കകത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ട്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി, സെയിൽ ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ്. അപ്പോൾ അതിനകത്ത് സ്റ്റോക്ക് ഗ്രൂപ്പ് എടുത്തു, ടെലിവിഷൻ സെയിം ഐറ്റം തന്നെയാണ് ഞാനിവിടെ സെയിൽ ഓർഡർ ചെയ്തിട്ടുള്ളത്, LCD 50 ഇഞ്ച് TV അല്ലേ. അപ്പോൾ അവിടെ 10 നമ്പേഴ്സ് പെൻഡിങ് ഓർഡേഴ്സ് കാണിക്കുന്നുണ്ട്. പെൻഡിങ് ഓർഡേഴ്സ് 10 നമ്പേഴ്സ് ഇവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ 10 നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, 10 ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നും തന്നെ ഡെലിവറി ചെയ്തിട്ടില്ല, സെയിൽ ഓർഡറാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഡെലിവറി ചെയ്യുവാണ് പാർട്ടി കസ്റ്റമറിന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ട്. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. ഗേറ്റ്വേ ടാലിക്കകത്ത് ഇൻവെൻട്രി വൗച്ചേഴ്സ് എടുക്കാം. അപ്പോൾ ഡെലിവറി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഓർഡറിന് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നമ്മൾ വിത്തൗട്ട് ബിൽ സാധനം ഡെലിവറി ചെയ്യുവാണ്. അതാണ് ഡെലിവറി നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം ഡെലിവറി നോട്ട്. അപ്പോൾ ഡെലിവറി നോട്ടിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് Alt+F8 ആണ്. അപ്പോൾ Alt+F8 കൊടുത്തു, ഡെലിവറി നോട്ട് വന്നു. നമ്മുടെ പെയ്ഡ് കൊടുക്കുക, ഡേറ്റ്, വൗച്ചർ ഡേറ്റ് കൊടുക്കുക, ഡേറ്റ്, റെഫറൻസ് നമ്പർ, ഇനി റെഫറൻസ് നമ്പർ കൊടുക്കുക. പാർട്ടി നെയിം ആരായിരുന്നു? നമ്മുടെ പാർട്ടി ഗ്ലോബൽ എൻ്റർപ്രൈസസ്. സോ ഗ്ലോബൽ എൻ്റർപ്രൈസസ്. അപ്പോൾ ഗ്ലോബൽ എൻ്റർപ്രൈസസ് നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ തന്നെ അവിടെ ലിസ്റ്റ് ഓഫ് ഓർഡേഴ്സിൽ നമ്മുടെ ഓർഡർ വന്നിട്ടുണ്ട് അല്ലേ. SO/02 എന്ന് പറയുന്ന ഓർഡറിന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. സോ സെലക്ട് ചെയ്യുക, എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക, സ്കിപ്പ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ലെജറും നമ്മുടെ എന്ത് സ്റ്റോക്കാണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്, ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എവിടെയും നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രാക്കിംഗ് നമ്പർ കൊടുക്കാം. ന്യൂ നമ്പർ ഞാൻ കൊടുക്കുവാണ്. ന്യൂ നമ്പർ T2 എന്ന് പറഞ്ഞൊരു ന്യൂ നമ്പർ കൊടുത്തു. ഓർഡർ നമ്പർ ഇതുപോലെ ഏത് ഗോഡൗണിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഡീറ്റെയിൽസ് കൊടുക്കുക. സ്റ്റോറല്ല, ഏത് ഗോഡൗണിൽ നിന്നാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഗോഡൗണും ഡീറ്റെയിൽസും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ദെൻ എൻഡ് ഓഫ് ലിസ്റ്റ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഡെലിവറി നോട്ടിലുള്ളത്. എൻ്റർ ചെയ്യാൻ നറേഷനൊക്കെ കൊടുക്കുവാണെങ്കിൽ കൊടുത്തു പോകാം. ദെൻ സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യുവാണ്. നമ്മുടെ ഡെലിവറി നോട്ട് സേവ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ റിപ്പോർട്ട് ഒന്ന് എടുക്കാം. സ്റ്റോക്ക് സമ്മറി എടുത്തു. ടെലിവിഷൻ, LCD 50 ഇഞ്ച് TV. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ സ്റ്റോക്ക് അല്ലേ, LCD 50 ഇഞ്ച് TV എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് 25 ആയിരുന്നു നമ്മൾ റെസിപ്റ്റ് നോട്ട് ചെയ്തപ്പോൾ. ഇപ്പം നമ്മൾ വീണ്ടും ഡെലിവറി ചെയ്തപ്പോൾ അത് 15 ആയി. നമ്മുടെ സ്റ്റോക്ക് അവിടെ ഡിക്രീസ് ആയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പാർട്ടി ഏതായിരുന്നു? ഗ്ലോബൽ എൻ്റർപ്രൈസസിൻ്റെ റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കാം.
ഗ്ലോബൽ എൻ്റർപ്രൈസസിൽ എന്തെങ്കിലും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ഓൾറെഡി ഉള്ള അതിന് മുന്നേ ചെയ്ത എന്തെങ്കിലും എൻട്രീസ് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പം ഞാനതൊന്ന് നമുക്ക് ലാസ്റ്റ് ബാലൻസ് എത്രയാണെന്നുള്ളത് നോക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാത്ത് എന്തായിരുന്നു? ഗേറ്റ്വേ ടാലിക്കകത്ത്, ഡിസ്പ്ലേക്കകത്ത്, അക്കൗണ്ട് ബുക്സ്, ലെഡ്ജറിനകത്ത് ഗ്ലോബൽ എൻ്റർപ്രൈസസ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ടോട്ടൽ ബാലൻസ് ഇവിടെ കാണിക്കുന്നത് 19 lakh ആണ്, 19 ലക്ഷമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിന് എഗെയിൻസ്റ്റ് സെയിൽ ചെയ്യാം. ഡെലിവറി നോട്ടിന് എഗെയിൻസ്റ്റ് നമുക്കൊന്ന് സെയിൽ ചെയ്ത് നോക്കാം. സെയിൽ ചെയ്യാനായിട്ട് അക്കൗണ്ടിങ് വൗച്ചേഴ്സ്, ഗേറ്റ്വേ ടാലിക്കകത്ത് അക്കൗണ്ടിങ് വൗച്ചേഴ്സ്, സെയിൽ എന്നതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് F8. സെയിൽ ചെയ്യുവാണ്. സെയിം ഡേറ്റ് കൊടുക്കുക. റെഫറൻസ് നമ്പർ, ഇനി റെഫറൻസ് നമ്പർ കാണിക്കുക. പാർട്ടി ഗ്ലോബൽ എൻ്റർപ്രൈസസ്. ഗ്ലോബൽ എൻ്റർപ്രൈസസ് സെലക്ട് ചെയ്യുമ്പോൾ ട്രാക്കിംഗ് നമ്പർ വന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ട്രാക്കിംഗ് നമ്പർ എന്തായിരുന്നു? T2 സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സെലക്ട് ചെയ്തു. ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. ട്രാക്കിംഗ് നമ്പറൊക്കെ വന്നിട്ടുണ്ട്, ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ എൻഡ് ഓഫ് ലിസ്റ്റ്. അപ്പോൾ ഞാൻ സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യുവാണ്. ന്യൂ റെഫറൻസ്. അപ്പോൾ നമ്മുടെ സെയിൽസ് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ റിപ്പോർട്ട്, ഇനി സ്റ്റോക്ക് സമ്മറി നോക്കാം. നമ്മുടെ ഗ്ലോബൽ എൻ്റർപ്രൈസസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. എസ്കേപ്പ് ചെയ്ത് ഗേറ്റ്വേ ടാലിയിൽ വന്നു. ആദ്യം ഞാൻ സ്റ്റോക്ക് സമ്മറി കാണിക്കാം. അതിൽ എന്തായാലും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സെയിൽ ചെയ്യുമ്പോൾ അത് എഫക്റ്റ് ചെയ്യില്ല അല്ലേ, ഇൻവെൻട്രി എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഞാനത് നോക്കാം. ടെലിവിഷനകത്ത് കണ്ടോ, ഇവിടെ സ്റ്റോക്കിന് യാതൊരു വ്യത്യാസമില്ല, 15 തന്നെയാണ് നിൽക്കുന്നത്. ഇനി നമ്മുടെ റിപ്പോർട്ട് എടുത്താലോ, ലെഡ്ജർ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേക്കകത്ത് അക്കൗണ്ട് ബുക്സ്, ലെഡ്ജർ, ഗ്ലോബൽ എൻ്റർപ്രൈസസ്. ബാലൻസ് കണ്ടോ, നേരത്തെ 19 lakh ആയിരുന്നു, ഇപ്പോൾ 25 lakh ആയിട്ട് മാറി. അപ്പോൾ നമ്മുടെ അക്കൗണ്ട്സിനെ ഇപ്പോൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസീപ്റ്റ് നോട്ട് സെയിലും ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ്, റെസീപ്റ്റ് നോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോക്കിനെ മാത്രമായിരിക്കും എഫക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ അക്കൗണ്ട്സിനെ എഫക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡെലിവറി നോട്ട് ചെയ്യുമ്പോൾ ഇൻവെൻട്രി മാത്രമായിരിക്കും എഫക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് സെയിൽ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും അത് അക്കൗണ്ട്സിൽ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസ് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ എക്സസൈസിലോട്ട് പോകാം. നമ്മുടെ പ്രീവിയസ് കമ്പനി APC പ്രൈവറ്റ് ലിമിറ്റഡ് ഓപ്പൺ ചെയ്യുക. കഴിഞ്ഞ് 2 എൻട്രീസ്, അതായത് കഴിഞ്ഞ വീഡിയോയിൽ പർച്ചേസ് ഓർഡർ, സെയിൽ ഓർഡർ പഠിച്ചപ്പോൾ എക്സസൈസ് ചെയ്യാനായിട്ട് ഒരു പർച്ചേസ് ഓർഡർ, സെയിൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ ഒരു റെസീപ്റ്റ് നോട്ട് ചെയ്യാനും ഒരു ഡെലിവറി നോട്ട് ചെയ്യാനും നമുക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.